നമസ്കാരം. അക്ഷയ കേരളമിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന രണ്ട് പ്രധാന സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നത്. ഒന്നാമതായി, യുവാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി. രണ്ടാമതായി, ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി. ഈ രണ്ട് പദ്ധതികളുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ഗുണഭോക്താക്കളെ എങ്ങനെ ബാധിക്കും, ആരൊക്കെ ശ്രദ്ധിക്കണം, ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം, അതുപോലെ കുടിശ്ശികനെ കുറിച്ചുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. കേരളത്തിലെ തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വലിയ ആശ്വാസമായാണ് കണക്ട് ടു വർക്ക് പദ്ധതി ആരംഭിച്ചത്. തൊഴിൽ നേടുന്നതിനും പരിശീലനം നേടുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന നിരവധി യുവാക്കൾ സംസ്ഥാനത്തുണ്ട്. പ്രത്യേകിച്ച് PSC, ബാങ്കിംഗ്, SSC, റെയിൽവേ തുടങ്ങിയ നിരവധി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കോച്ചിങ് ഫീസ്, യാത്രാ ചെലവ്, പഠന സാമഗ്രികൾ എന്നിവയ്ക്ക് വേണ്ടി വലിയ തുക ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കണക്ട് ടു വർക്ക് പദ്ധതി. യുവാക്കളെ തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പലർക്കും പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലി ലഭിക്കുന്നതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ പഠനവും പരിശീലനവും തുടരാൻ സഹായിക്കുന്നതിനാണ് പ്രതിമാസ ധനസഹായം നൽകുന്നത്. ഇതൊരു പെൻഷൻ അല്ല, മറിച്ച് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ്. പദ്ധതിക്ക് അർഹരായ അപേക്ഷകർക്ക് പ്രതിമാസം 1000 രൂപ വീതമാണ് ലഭിക്കുക. ഒരു വർഷത്തേക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതിനാൽ ആകെ 12,000 രൂപയാണ് ലഭിക്കുക. പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT സംവിധാനത്തിലൂടെയാണ് ലഭിക്കുന്നത്. അതായത് ഇടനിലക്കാരില്ലാതെ സർക്കാർ തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറും. നിലവിലെ പ്രധാന അപ്ഡേറ്റ് നോക്കാം. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഏറെ കാലമായി കാത്തിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാലും ഭരണപരമായ നടപടികളാലും പദ്ധതി സജീവമല്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാർ പദ്ധതി വീണ്ടും സജീവമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജൂലൈ മാസം മുതൽ കുടിശ്ശിക തുക ഉൾപ്പെടെ വിതരണം ആരംഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. അതുപോലെ തന്നെ നിരവധി അപേക്ഷകർ അപേക്ഷ നൽകിയെങ്കിലും അപ്രൂവൽ ലഭിക്കാത്ത അവസ്ഥയിലാണ്. ഇവരുടെ രേഖകൾ പരിശോധിക്കുന്ന നടപടികൾ വേഗത്തിലാക്കുമെന്ന സൂചനയും, അതുപോലെ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതോടെ കൂടുതൽ ആളുകളിലേക്ക് പദ്ധതിയുടെ ഗുണം ലഭിച്ചേക്കാം. പുതിയ സർക്കാർ പ്രഖ്യാപിക്കുന്ന 100 ദിന കർമ്മ പദ്ധതികളിൽ കണക്ട് ടു വർക്ക് പദ്ധതിയും ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് സംഭവിച്ചാൽ പദ്ധതി കൂടുതൽ ശക്തമായി നടപ്പാക്കപ്പെടും. യുവാക്കൾക്ക് കൂടുതൽ ഗുണം ലഭിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും. 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവാക്കൾക്കാണ് പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവാക്കളെ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. +2 പാസ്സായവർക്ക് അപേക്ഷിക്കാം. ITI യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട്. ഡിപ്ലോമ ബിരുദം നേടിയവർക്കും അപേക്ഷിക്കാം. അതിനാൽ വലിയൊരു വിഭാഗം യുവാക്കൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ തൊഴിൽ ലഭിക്കാനുള്ള മത്സരം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഒരു ജോലി നേടാൻ പലപ്പോഴും മാസങ്ങളോ വർഷങ്ങളോ പരിശീലനം ആവശ്യമായി വരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിമാസം ലഭിക്കുന്ന 1000 രൂപ പോലും നിരവധി യുവാക്കൾക്ക് വലിയ സഹായമാണ്. സംസ്ഥാന എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് പദ്ധതിയുടെ ഏകോപന ചുമതലകൾ വഹിക്കുന്നത്. അപേക്ഷ സ്വീകരിക്കൽ, പരിശോധന, അപ്രൂവൽ, തുക വിതരണം എന്നിവയുടെ മേൽനോട്ടം ഡയറക്ടറേറ്റിനാണ്. ഇനി വീട്ടമ്മകൾക്കായിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് നോക്കാം. കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ലക്ഷക്കണക്കിന് സ്ത്രീകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. എന്നാൽ ഇപ്പോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പദ്ധതി നിലവിലെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ ഈ പദ്ധതി ഇപ്പോൾ പരിഗണിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഗുണഭോക്താക്കൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം നിരവധി ആളുകൾ ഇതിനകം അപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്രൂവൽ ലഭിച്ചവരെയും കാത്തിരുന്നവരെയും ഉൾപ്പെടെ ഏകദേശം 18 ലക്ഷം പേരെ ഈ തീരുമാനം ബാധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുതുതായി അപേക്ഷ സമർപ്പിച്ചവർക്കും ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാവും. പദ്ധതിയിൽ അർഹരല്ലാത്ത നിരവധി ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പരാതികളാണ് പ്രധാന കാരണം.
അതുകൊണ്ടാണ് പദ്ധതി ഇപ്പോൾ തൽക്കാലമായി നിർത്തിവച്ചിരിക്കുന്നത്. അർഹത പരിശോധിക്കുന്നതിൽ ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടാകുമെന്ന് വിലയിരുത്താൽ ഇത് സർക്കാരിന്റെ പുനഃപരിശോധനയ്ക്ക് നയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നിർത്തിവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റേഷൻ കാർഡ് മാത്രം മാനദണ്ഡമായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. വിമർശനങ്ങൾ ഉയരുന്ന പ്രധാന വിഷയത്തിൽ ഒന്നാണിത്. റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയാണ് അർഹത നിശ്ചയിച്ചതെന്ന ആരോപണം ഉയർന്നു. വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള കൂടുതൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചില്ലെന്ന വിമർശനവും ശക്തമാണ്. അതുകൊണ്ടാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നത്തിന് കാരണം. ഭാവിയിൽ നമുക്ക് ഈ പദ്ധതി തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. അത് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. പകരം കൂടുതൽ വ്യക്തമായ മാനദണ്ഡങ്ങളോടെ ആയിരിക്കും, പുതിയ വ്യവസ്ഥകളോടെ ആയിരിക്കും വീണ്ടും അവതരിപ്പിക്കാൻ പോകുന്നത്. പുതിയ മാനദണ്ഡങ്ങൾ വന്നേക്കുമോ എന്നുള്ള ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി തരാം. ഭാവിയിൽ വരുമാന പരിധി കൂടുതൽ കർശനമാക്കാം. അതായത് ഭൂസ്വത്ത്, വാഹന ഉടമസ്ഥാവകാശം, സർക്കാർ ജോലിയുള്ള കുടുംബാംഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും പരിഗണിച്ചേക്കും. ഇതിലൂടെ യഥാർത്ഥ അർഹരെ കണ്ടെത്താനാണ് ശ്രമം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക എന്നതാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കരുത്. സർക്കാർ പ്രഖ്യാപനത്തിനായി നമ്മൾക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രേഖകൾ സൂക്ഷിച്ചു വെക്കുക. ഭാവിയിൽ പുനഃപരിശോധന ഉണ്ടാകുമ്പോൾ ഇവ ആവശ്യമായി വന്നേക്കാം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആധാർ വിവരങ്ങൾ എന്നിവ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിരവധി വീട്ടമ്മമാർക്ക് സ്വന്തം വരുമാന മാർഗം ഇല്ല. ഇത്തരം സാഹചര്യത്തിൽ സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വലിയ ജനപ്രീതി നേടിയിരുന്നു. ഒരു ഭാഗത്ത് അർഹതയായവർക്ക് സഹായം നൽകണം, മറ്റൊരു ഭാഗത്ത് അനർഹർ പദ്ധതിയുടെ ഗുണം നേടുന്നത് തടയണം. ഈ രണ്ട് കാര്യങ്ങളും സന്തുലിതമാക്കുക എന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അതുപോലെ തന്നെ കണക്ട് ടു വർക്കിന്റെ കാര്യത്തിൽ ഗുണഭോക്താക്കൾ സ്വന്തം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, മൊബൈൽ നമ്പർ, ആധാർ വിവരങ്ങൾ എന്നിവ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. കാരണം സർക്കാർ ധനസഹായങ്ങൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ വിവരപ്പിഴവുകൾ ഉണ്ടായാൽ തുക ലഭിക്കുന്നതിൽ കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട്. അതേസമയം സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. പദ്ധതി പൂർണ്ണമായും റദ്ദാക്കിയോ അതോ താൽക്കാലികമായി മാറ്റിവെച്ചാണോ എന്ന ചോദ്യത്തിന് പലരും ചോദിക്കുന്നുണ്ട്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ലെന്നും കൂടുതൽ വ്യക്തമായ മാനദണ്ഡങ്ങളോടെ വീണ്ടും പരിഗണിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഈ പദ്ധതി വലിയ സഹായമാകുന്നതിനാൽ സർക്കാർ ഭാവിയിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ വരുന്നതുവരെ കാത്തിരിക്കൂ. ഞങ്ങൾ അതിനുള്ള മറുപടി വീഡിയോയിൽ തരുന്നതാണ്. ഔദ്യോഗിക അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, മാനദണ്ഡങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ ഈ രണ്ട് പദ്ധതികളുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകളോ സർക്കാർ ഉത്തരവുകളോ പുറത്തിറക്കുകയാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് ചാനലിനോടൊപ്പം തുടരുക. ഏറ്റവും പുതിയ സർക്കാർ പദ്ധതികളോടൊപ്പം പെൻഷൻ പദ്ധതി, അതുപോലെ PM കിസാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശദമായി പറയുന്നതാണ്. ഇതെല്ലാം ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.